മമതാ ബാനർജിക്കൊപ്പം ഉണ്ടായിരുന്ന 20 എംപിമാർ നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ലയിക്കാൻ തീരുമാനിച്ചതോടെ തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. യഥാർത്ഥ തൃണമൂൽ ആരാണ് എന്നതിനെ ചൊല്ലി തർക്കമുറുന്നു. വിമതർക്ക് അനുകൂലമായി സ്പീക്കർ എന്തെങ്കിലും തീരുമാനമെടുത്താൽ കോടതിയെ സമീപിക്കാനാണ് മമതാ ബാനർജിയുടെ തീരുമാനം. അതേസമയം അധ്യാപക നിയമന അഴിമതി കേസിൽ അഭിഷേക് ബാനർജി ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിൽ യഥാർത്ഥ തൃണമൂൽ ഞങ്ങളാണ് എന്ന അവകാശവാദത്തിൽ നിന്നൊരു പരിധിവരെ വിമതർ പിന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് ഈ ലയനത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. അയോഗ്യതാ ഭീഷണി ഒഴിവാക്കുക എന്നുള്ളത് കൂടി അതിന് പിന്നിലുണ്ട്. ലയനം നടന്നാലും ഒരു പ്രത്യേക ബ്ലോക്കായിരുന്ന് NDAയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കും ആദിൽ പാലോട്. ഉറപ്പായും അങ്ങനെ അതിനുവേണ്ടി തന്നെയാണ് പുതിയ പാർട്ടിയിലേക്ക് ലയിക്കാനുള്ള തീരുമാനം വിമത എംപിമാർ എടുത്തു കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ വസതിയിൽ ഈ വിമത എംപിമാർ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ഇന്ന് സ്പീക്കറെ കാണുമെന്നാണ് അറിയിച്ചതെങ്കിലും വളരെ വൈകാതെ ഇന്നലെ വൈകുന്നേരം തന്നെ സ്പീക്കറെ കണ്ട് ഓം ബിർളയെ കണ്ട് തങ്ങൾ ലയിക്കുകയാണെന്നും പ്രത്യേക ബ്ലോക്കാക്കി ഇരുത്തണമെന്നും NDA പിന്തുണയ്ക്കുകയാണെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി എന്ന പാർട്ടിയിൽ ലയിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ബംഗാളിലും അസമിലും ത്രിപുരയിലുമുള്ള പാർട്ടിയാണിത്. ഇതിൽ ലയിച്ച് NDAയെ പിന്തുണയ്ക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. മറ്റ് നിയമ നടപടികൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല. പക്ഷേ തൃണമൂലിന്റെ യഥാർത്ഥ അവകാശികൾ തങ്ങളാണ് എന്ന നിലപാട് ഇവർ ആവർത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിയമപരമായ പാർട്ടിയുടെ പേരും ചിഹ്നവും ലഭിക്കാനായി നിയമ പോരാട്ടം തുടരുമെന്ന് വിമത അംഗങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പലതരത്തിലുള്ള ചർച്ചകൾക്കൊടുവിലാണ് അതിവേഗത്തിലൊരു തീരുമാനത്തിലേക്ക് എംപിമാർ പോയത്. ഇന്നലെയാണ് തിടുക്കപ്പെട്ട ഈ ഒരു പാർട്ടിയിലേക്ക്, അത്ര പരിചിതമല്ലാത്തൊരു പാർട്ടിയിലേക്ക് ലയിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. അതേസമയം തൃണമൂലിൻ്റെ പേര്, പാർട്ടി ചിഹ്നം ഒന്നും നൽകരുത് എന്ന നിലപാടിലാണ് ഔദ്യോഗിക പക്ഷമുള്ളത്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരെ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുവദിക്കരുത് എന്ന നിലപാട് ഈ തൃണമൂലിൻ്റെ എംപിമാരാണ് എന്ന് അറിയിച്ചുകൊണ്ട് അഭിഷേക് ബാനർജി മറ്റൊരു കത്ത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കും നൽകിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗവും രണ്ട് തരത്തിൽ മുന്നേറുകയാണ്. സ്പീക്കറുടെ തീരുമാനം ഒരുപക്ഷെ ഇന്ന് അറിയാനാകും. ഈ ലയനത്തിന് അനുമതി നൽകാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ആദിൽ പാലോട് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.